ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടു വെക്കുക. കണ്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ സാധാരണത്തെ പോലെ തന്നെ രാവിലെ ഒരു 4:30 ആയപ്പോൾ എണീറ്റു. സുബഹി നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പം എൻ്റെ കുളിയും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പം സമയം 6:30 ആയിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂർ, കറക്റ്റ് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കുക്ക് ചെയ്യണം. റഫീഖയ്ക്ക് ചോറ് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും ചെയ്തു വെക്കലുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ പ്രിപ്പറേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇന്ന് എൻ്റെ മോർണിംഗ് റൊട്ടീൻ കേട്ടോ, ഇന്നത്തെ എൻ്റെ ദിവസം. അപ്പോൾ ഇത് നമ്മൾ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും അതുപോലെ തന്നെ വെള്ളപ്പത്തിനും. അപ്പോൾ ഇന്ന് ഞാൻ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആ ഒരു ബോക്സ് മാത്രം ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ പുറത്ത് ഇറക്കി വെച്ചതാണ്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ബാക്കി ഒരു ബോക്സ് ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇനിയും പുറത്തേക്ക് തള്ളിപ്പോകുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മാവ് അങ്ങനെ നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് പോലെ ഇങ്ങനെ താഴ്ന്നു പോകുന്നില്ല കേട്ടോ. അങ്ങനെ തന്നെ ഫ്ലഫി ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അത് ഒഴിച്ച് ഉണ്ടാക്കുന്ന ഇഡ്ഡലിക്കും ആ ഒരു ഫ്ലഫിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ചിലേക്കായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് പുറത്തേക്ക് വെക്കട്ടെ. ഇന്നെനിക്ക് സാമ്പാർ ഉണ്ടാക്കാനുണ്ട്, പിന്നെ ഒരു ഉപ്പേരി, പിന്നെ ഞാൻ കൂന്തൾ രാത്രിയിൽ കിടക്കാൻ പോകുമ്പോൾ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ള കൂന്തളാണേ. അപ്പോൾ അതിനിയൊന്നും ചെയ്യാനില്ല. രാവിലെ ആകുമ്പോഴത്തേക്കും അത് ഫ്രീസ് ആയിട്ടുള്ളത് ആ ഒരു കല്ല് പോലുള്ളത് വിട്ടിട്ടുണ്ടാവും. ഇത് കണ്ടോ, പക്ഷേ തണുത്ത വെള്ളത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് മീനിന് ടേസ്റ്റ് വ്യത്യാസവും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇത് സെറ്റാണ്. ഇനി അത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാനങ്ങ് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുകയുള്ളൂ. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതാ നമ്മളെ മാവ് പിന്നെയും പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആ വെജിറ്റബിൾസൊക്കെ എടുത്ത് വെക്കുന്ന സമയം കൊണ്ട് തന്നെ പിന്നെയും പൊങ്ങി വന്നത് കണ്ടില്ലേ. അപ്പോൾ ഞാൻ ആദ്യം ചോറിനുള്ള അരി ഇതാ കുക്കറിലിട്ടിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതവിടെ റെഡി ആയിട്ട് വന്നോട്ടെ. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ മാവ് ഇനിയും എടുത്ത് പൊങ്ങിപ്പിക്കണ്ട. ഇത് കണ്ടോ, പൊങ്ങി വരുന്നത് കണ്ടില്ലേ. നമ്മളതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അവർ ചേർത്തിട്ട് അരച്ചിട്ടുള്ളതാണ്. അപ്പോൾ റെസിപ്പി വേണമെങ്കിൽ ജംഷി റെസിപ്പീസ് ഇഡ്ഡലി ദോശ ബാറ്ററിന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇഡ്ഡലി ബാറ്ററിന്നോ ദോശ ബാറ്ററിന്നോ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് നമുക്ക് ഗ്യാസും കുറച്ചൊന്ന് നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിലതൊക്കെ ഞാൻ കറണ്ട് അടുപ്പിൽ ആക്കലുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം, കുളിക്കാനുള്ള വെള്ളം, അങ്ങനത്തതൊക്കെ അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ പുറത്ത് അടുപ്പിൽ വെക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇഡ്ഡലിക്കുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാനത് മാവ് കോരി ഒഴിച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടെടുക്കാം. നമ്മൾ ഉപ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ള മാവാണേ. സ്റ്റീലിൻ്റെ പാത്രം കൊണ്ട് ഇപ്പോഴാണ് കേട്ടോ ഉപകാരം. കാരണം നമ്മളെപ്പോഴും ഗ്യാസിലല്ലേ വെക്കുക. പക്ഷേ ഇപ്പം ഞാൻ സ്റ്റീലിൻ്റെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളൊക്കെ കറണ്ട് അടുപ്പിലും ഇടയ്ക്ക് വെച്ചിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. കറണ്ട് അടുപ്പിൽ കൂടുതൽ കുറച്ചൊന്നും വരും, എന്നാലും നമുക്ക് ഗ്യാസ് കിട്ടൂലല്ലോ. പക്ഷേ ഇത് നമുക്ക് ഉണ്ടല്ലോ, പൈസ കൊടുത്താൽ നമുക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് അതും കൂടെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പം ചെയ്യൽ ചില കാര്യങ്ങളൊക്കെ. രാവിലെ കിച്ചണിൽ ഒരു തിരക്ക് തന്നെ ആയിരിക്കും അല്ലേ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കുട്ടികൾക്ക് പോകാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ഇവിടെ റഫീഖയ്ക്ക് ഫുഡൊക്കെ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഏകദേശം എനിക്കും അതുപോലൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു ബോക്സ് എടുത്ത് നമ്മളെ സാമ്പാറിലേക്കുള്ളത് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ തോരനുള്ളതും പയറും ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ഇട്ടിട്ട് നമ്മൾ എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ, അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് കഴുകാൻ പോലും ഇല്ല. അതിലേക്ക് ഒരു പച്ചമുളക് ഇതാ കട്ടാക്കിയത് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സ് മസ്റ്റാണ് കേട്ടോ. ഇതിൽ വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ട് വെക്കും, കുറച്ച് കറിവേപ്പില. ആ ഒരു ബോക്സ് എടുത്താൽ അത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര യൂസാണ്. ഞാൻ പാചകം ചെയ്യുമ്പോൾ അത് അവിടെ ഉണ്ടാവും ആ ഒരു സൈഡിൽ. പിന്നെ കുറച്ച് പരിപ്പ് കഴുകിയിട്ട് സാമ്പാറിലേക്ക് വേണ്ടിയിട്ടുണ്ട്. നല്ലൊരു ഈസി സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പരിപ്പും കഴുകി ക്ലീൻ ചെയ്ത പരിപ്പും വെള്ളവും മാത്രം ഒഴിച്ചിട്ട് ഒരൊറ്റ വിസിലടിച്ചതിന് ശേഷം ബാക്കി നമുക്ക് കാര്യങ്ങൾ ചേർക്കാം. പിന്നെ സാമ്പാറിന് ഞാൻ കട്ടാക്കി വെച്ചത് കണ്ടില്ലേ ബോക്സിൽ, അതിൽ ഉള്ളിയും തക്കാളിയും ഞാൻ അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉള്ളിയും തക്കാളിയും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ 2 പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ആ കാര്യമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സാമ്പാറിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ റെഡിയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഇഡ്ഡലി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതൊന്ന് എടുക്കട്ടെ. ഇഡ്ഡലി എടുക്കുന്ന സമയത്ത് ചിലർക്കൊക്കെ ഇങ്ങനെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നുണ്ട്.
ഒരു എന്താ പറയുക 1 മിനിറ്റ് അവിടെ മാറ്റി വെക്കുക കേട്ടോ. അത് മാറ്റി വെക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ചുമരിൽ ഇങ്ങനെ ചാരി വെക്കൂലേ, ഇങ്ങനെ കുത്തനെ വെക്കൂലേ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ കിട്ടും. അങ്ങനെ പ്രശ്നം ഉള്ളവർക്കാണേ. ഇനി അതല്ലെങ്കിൽ നമ്മൾ എണ്ണ തടവി കൊടുക്കൂലേ, ഓയിലോ എണ്ണയോ എന്തെങ്കിലും ചെറുതായിട്ട്, ഭയങ്കരമായിട്ടൊന്നും വേണ്ട, അങ്ങനെ ചെയ്താലും പെട്ടെന്ന് കിട്ടും. ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ടുള്ള സ്പോഞ്ച് സംഭവമാണ് കേട്ടോ നമുക്ക് ഇഡ്ഡലി കിട്ടുന്നത്. ഇത് കണ്ടോ, പുളിപ്പോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ. എത്ര ദിവസം ഈ ബാറ്റർ വെച്ചാൽ നമുക്ക് പുളിപ്പും കാര്യങ്ങളോ ഒന്നും വരില്ല. സെയിം ബാറ്റർ കൊണ്ട് നെയ്റോസ്റ്റും ദോശയോ ഒക്കെ ഉണ്ടാക്കാം, ഇഡ്ഡലി ഉണ്ടാക്കാം. അത് ട്രൈ ചെയ്തവർക്ക് അറിയാവുന്നതായിരുന്നു, ഞാൻ ഇനിയും പറയുന്നില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ കിട്ടാത്തവർക്ക് കുറച്ച് വെള്ളം, പച്ചവെള്ളം തളിച്ചു കൊടുത്തിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാലും കുറച്ച് സമയം, ഒരു 1/2 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് തന്നെ അതിന്ന് ഇഡ്ഡലി എടുത്ത് മാറ്റാൻ വേണ്ടി പറ്റും കേട്ടോ, ഇഡ്ഡലി തട്ടുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് നോക്കുക, നിങ്ങൾക്ക് ഏതാ സക്സസ് ആവുന്നത് അത് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ ഇഡ്ഡലി ചുടലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മളെ പരിപ്പ് വിസിൽ വന്ന് ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ പച്ചക്കറികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ഇഡ്ഡലി ഓരോരോ ബാച്ചായിട്ട് ഞാൻ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ സ്കൂൾ പോകാനുള്ളവരും അങ്ങനെയൊക്കെ ഓഫീസിലേക്ക് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുപോകാനുള്ളവരൊക്കെ ആണെങ്കിൽ രാവിലെ ഒരു തിരക്ക് തന്നെയല്ലേ നമ്മളെ കിച്ചണിൽ. അപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ തലേ ദിവസം പ്ലാൻ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞ് ഈ 1 മണിക്കൂർ പോലും വേണ്ട. പക്ഷെ ഞാൻ നല്ല റിലാക്സ് ചെയ്തിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. എടുപിടി ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാ നമ്മളെ പരിപ്പ് എയർലം പോയതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുത്തു. അതിലേക്ക് ഉള്ളി തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ടു, 2 പച്ചമുളകും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇനി നമ്മളെ സാമ്പാർ കായത്തിൻ്റെ ഒരു കഷ്ണമല്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര അതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തു. എൻ്റെ സാമ്പാറിൽ ഇന്ന കഷ്ണങ്ങൾ അല്ല എല്ലാ കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് തോന്നുന്ന കഷ്ണങ്ങളാണ് ഞാനിടുക. ചിലപ്പം ക്യാരറ്റ് മാത്രം, ചിലപ്പം ചെറിയ ഉള്ളില അത് മാത്രം, ചിലപ്പം ഉള്ളിയും തക്കാളി മാത്രം. ഇന്നിപ്പോൾ കുമ്പളങ്ങയും ക്യാരറ്റും മാത്രമാണ് കേട്ടോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തത്. കഷ്ണങ്ങളിലല്ല കേട്ടോ കാര്യം, ടേസ്റ്റിലാണ് കാര്യം. അപ്പോൾ അത് ഒരൊറ്റ വിസിൽ ഒന്ന് വരട്ടെ, അപ്പോഴത്തേക്കും നമ്മൾ സാമ്പാർ റെഡി ആക്കി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അപ്പുറത്തടുപ്പിൽ ഞാൻ നമ്മളെ ഉപ്പേരിയില്ലേ, പയറുപ്പേരി, അതും കൂടെ ആക്കിയിട്ടെടുക്കുന്നുണ്ട്. നമ്മളെ ചോറ് വിസിൽ വന്ന് ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. അത് എയർ പോയതിന് ശേഷം അതൊന്ന് വാർത്തെടുക്കണം. ഞാൻ ഉപ്പേരിയിൽ തേങ്ങയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കില്ലേ, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക, അത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വല്ലപ്പോഴും തേങ്ങ ഇട്ട് കൊടുക്കലുണ്ട്. ഇന്നിപ്പോൾ തേങ്ങയൊന്നും ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. ചോറിൻ്റെ കൂടെ അങ്ങനെ കൂട്ടി കഴിക്കാൻ തേങ്ങയൊക്കെ ഒതുക്കിയിടുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ ഒരു വിസിൽ വന്ന് ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ സാമ്പാറൊന്ന് നമുക്കൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എപ്പോൾ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിലും ഒരു 2-3 ദിവസത്തേക്കുള്ള സാമ്പാർ കയ്യിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറേ അങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറഞ്ഞ അളവിലെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നാലും നമുക്ക് രാവിലെ ഇഡ്ഡലിക്കും അതുപോലെ തന്നെ ഉച്ചക്ക് ലഞ്ചിനും പിന്നെ രാത്രി ചപ്പാത്തിക്ക് വേണമെങ്കിൽ അതും ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ കൂന്തളും കൂടെ ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഉണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ രാത്രിയിലേക്ക് നമുക്ക് വേറൊരു കറി ഉണ്ടാക്കേണ്ടി വരില്ല കേട്ടോ. ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ ഈ സാമ്പാറും ആ ഒരു കൂന്തൽ റോസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം ഓക്കെയാണ്. അപ്പോൾ കുക്കിംഗ് ഇവിടെ കൊണ്ട് തീരും. പിന്നെ ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമുള്ളൂ, അത് വൈകുന്നേരം ചെയ്തെടുക്കും. റഫീഖക്കും വാവക്കും ഉള്ളത്. ഞാൻ സാലഡാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ അത് നമ്മൾ സാമ്പാർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാൻ അതിലേക്ക് വരാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കടുക്, നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ് ഇതിന്. ഞാൻ കുറേ അങ്ങനത്തെ സാമ്പാറുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക്, കുറച്ച് ഉലുവ, പിന്നെ കുറച്ച് ചെറിയ ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. സാമ്പാർ പൊടി, ഇതിൽ പൊടികളായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് സംഭവങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. സാമ്പാർ പൊടി 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. കരിഞ്ഞു പോകരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. നല്ലൊരു സ്മെല്ലാട്ടോ ആ ഒരു സമയത്ത്. ഇനി നിങ്ങൾക്ക് കറിയിലേക്ക് എത്രയാണോ പുളി ആവശ്യമുള്ള, പുളിപ്പും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള അതിനനുസരിച്ചുള്ള പുളി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ വെന്ത കഷ്ണങ്ങളും അത് പരിപ്പോട് കൂടിയിട്ട് അത് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. നമ്മൾ സാമ്പാർ റെഡിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വറവിടുന്ന സമയത്ത് ആ എണ്ണയിലേക്ക് കുറച്ച് സാമ്പാർ കായത്തിൻ്റെ പൗഡറില്ലേ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. സൂപ്പർ സാമ്പാറാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റിയില്ലേ. ചോറിൻ്റെ കൂടെയും ഇഡ്ഡലി ദോശേൻ്റെ കൂടെ ഒക്കെ കിടു കോമ്പിനേഷനാണേ.
ഇനി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കണം. അതിനായിട്ട് 2 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻ ചെയ്തത് കൊണ്ട് അത് ഉള്ളി തൊലിക്കാനോ ഇതാക്കാനോ ഒന്നും പോകണ്ട കേട്ടോ. ബോക്സിൽ നിന്ന് അങ്ങ് എടുത്ത് ചെയ്താൽ മതി. അത് എയർ ടൈറ്റ് ആയിട്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ തൊലിച്ച് വെക്കുന്നതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇനിയിപ്പോൾ ഇതാ കഴുകി ക്ലീൻ ചെയ്ത കൂന്തളിലേക്ക് 2 സവാള എടുത്തിട്ടുണ്ട്, 1 തക്കാളി, പിന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പില കേട്ടോ, അതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂന്തൽ റോസ്റ്റാണ്. കൂന്തൽ റോസ്റ്റ് നമുക്ക് അല്ലെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ വഴറ്റൊന്നും ചെയ്യാതെ അതിനൊന്നും സമയം കളയാതെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കൂന്തൽ റോസ്റ്റാണ് കേട്ടോ. നമുക്ക് രാവിലെ അങ്ങനെ ഒരുപാട് ടൈമൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തെടുക്കാറുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കൈവച്ച് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്മി സെറ്റാക്കിയിട്ടെടുത്തോ. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം എത്ര വെള്ളം ഡ്രൈ ആക്കിയാലും കൂന്തളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനിയൊരു 2 വിസിലടുപ്പിച്ചെടുക്കട്ടോ, അപ്പോഴത്തേക്കും വെന്ത് കിട്ടുമേ. അപ്പോൾ അതാ നമ്മളെ ചോറ് കുക്കർ എയറെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് വാർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറൊക്കെ അടുപ്പിൽ വെക്കാൻ മാത്രം ക്വാണ്ടിറ്റി ഒന്നും ഇല്ല കേട്ടോ. ആകെ 1 കപ്പ് അരി ഇട്ടിട്ടാണ് നമ്മൾ ചോറ് വെക്കുക. അത് ഒറ്റ വിസിലടിക്കുമ്പോഴത്തേക്കും സംഭവം റെഡി ആയി കിട്ടൂലേ. അപ്പോൾ അതിങ്ങനെ നമ്മൾ വിറകടുപ്പിലും ഒന്നും വെക്കലില്ല, ഇങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കൽ. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ എല്ലാവരും ഉള്ളപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിൽ അങ്ങനെ വെക്കുകയും ചെയ്യും. ഇപ്പോൾ അത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ റേഷനരിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടൂടാ. സാധാ മറ്റേ വേവുള്ള അരി ഇവിടെ ആർക്കും ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒറ്റ വിസലിന് സംഭവം പരിപാടി തീരുക. പിന്നെ അതിനിടയിൽ ഞാൻ ഒരു ചമ്മന്തി അരച്ചെടുത്തു കേട്ടോ. തേങ്ങയും മാങ്ങയും അടിപൊളി. തേങ്ങയും പച്ചമാങ്ങയും ഒരു 3-4 വെളുത്തുള്ളിയും 2 ചുവന്നുള്ളിയും കാന്താരി ഇല്ല കേട്ടോ, പച്ചമുളകാണ് കേട്ടോ. പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രഫിക്കൊക്കെ എന്ത് കറികളുണ്ടെങ്കിലും ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ചോറ് കൊണ്ടുപോകുമ്പോൾ അതിഷ്ടമാണ്. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ. ആ ഒരു കൂന്തൾ അതൊന്നും വെന്ത് വരാനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചെടുത്ത് വെക്കാം. ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുള്ള നമ്മൾ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അതിൻ്റെ ഒരു ബോക്സ് ഇല്ലേ, അതൊക്കെ നമ്മൾ ആവശ്യത്തിന് എടുത്തില്ല, അതൊക്കെ തിരിച്ചെടുത്ത് വെക്കാം. മസാലയും കാര്യങ്ങളൊക്കെ തിരിച്ചെടുത്ത് വെക്കാം. ഇനിയിപ്പോൾ നമ്മളെ കിച്ചണിലെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതോടുകൂടി തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ വേഗത്തിൽ പാചകം ചെയ്ത് തീർക്കാൻ പറ്റുന്നത് ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോ നമ്മളത് മീൽ പ്രിപ്പ് വീഡിയോ ആയിരുന്നേ. അതിൽ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, അഭിപ്രായങ്ങൾ പറയുന്നതാണ്. കുറച്ച് അഭിപ്രായം തന്നെ പറയാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്നാൽ പിന്നെ ചോറും കൂടെ ഉണ്ടാക്കി വെച്ചൂടെ, പിന്നെന്താ, അങ്ങനെ കുറേ കുറച്ച്. പക്ഷേ നല്ല കമൻറ്റ് ഒരുപാടുണ്ട് കേട്ടോ. അതൊക്കെ റീഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ അങ്ങനെ അപ്പം ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഞാനത് പറഞ്ഞിട്ടില്ല, നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നോ ചെയ്തിരിക്കണമെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കാം, അല്ലാത്തവർ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് ആവശ്യമുണ്ട്, കാരണം എനിക്ക് ഇങ്ങനെ രാവിലത്തെ കുറച്ച് തിരക്കും കാര്യങ്ങളും, അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്ന റിലാക്സിങ് ലൈഫൊന്നും അല്ല കേട്ടോ. നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു എഡിറ്റിങ്ങിന് തന്നെ എനിക്കൊരു 3-4 മണിക്കൂർ എന്തായാലും വേണം, അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്കൊരു ഒരുക്കമില്ലാണ്ട് ഒന്നും ഒരുക്കി വെക്കാതെ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂല. നമ്മൾ ജോലിയില്ലാതെ വീട്ടിലിരിക്കുക അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചോളം ഇതെൻ്റെ ഒരു ജോബാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെച്ചാൽ എനിക്കിത് നല്ല സ്മൂത്തായിട്ട്, കാരണം എനിക്ക് ഈ ഒരു ജോബ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണം. കാര്യങ്ങളൊന്നും മുടക്കാനും എനിക്കിഷ്ടമല്ല. അതൊക്കെ നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാനുമാണ് എനിക്കിഷ്ടം.
ചിലർ പറയാറുണ്ട് അതിന് സമയമില്ല, ഇതിന് സമയമില്ല, അതിന് സമയമില്ല. അങ്ങനെയില്ല, നമ്മൾ സമയം ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഇങ്ങനത്തതൊക്കെ ചെയ്തു വെച്ചാൽ എനിക്ക് എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്, എനിക്ക് പറ്റുള്ളൂ. നിങ്ങൾക്ക് അല്ലാതെയും പറ്റും എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് നിങ്ങൾക്ക് തോന്നും എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത്, പിന്നെ നാളെന്താ പണി, അങ്ങനെ അങ്ങനെ തോന്നുന്നവർ ചെയ്യരുത് കേട്ടോ. അങ്ങനെ തന്നെ ചെയ്യാണ്ട് സാധാ പോലെ പോകുന്നതാണ് നല്ലത്. പക്ഷേ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്തോ, വേണമെങ്കിൽ ചെയ്തോ എന്നാണ് ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലിയറാക്കി തന്നേ ഉള്ളൂ. എന്തായാലും എല്ലാ രീതിയിലും ഉള്ള കമൻ്റ് ഇട്ടവർക്ക് താങ്ക് യു, എൻ്റെ പകരം താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നതാണ്, അഭിപ്രായങ്ങൾ പറയുന്നതാണ്. അത് പറയണം, ഇനിയും വേണം. എന്നാലേ എനിക്കും അത് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് എന്താ വേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. എന്തായാലും എനിക്ക് വേണ്ട കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മുടെ കൂന്തളില്ലേ, കൂന്തൽ റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് തുറന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലും കൂടെ വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളൊക്കെ വഴറ്റിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൂന്തൽ റോസ്റ്റില്ലേ, ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുന്ന സമയത്തും. എന്നാൽ അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കുകയും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് കറി റെഡി ആയിട്ടും കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മളെ കിച്ചണിലെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഗ്യാസും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുക്കിംഗ് ഞാൻ 1 മണിക്കൂറിന് ചെയ്യാമെന്ന് പറയുന്നത് കുക്കിംഗ് മാത്രമല്ല കേട്ടോ, അവിടെ വരുന്ന ക്ലീനിങ്ങും കിച്ചൺ ക്ലീനിങ് കൂടെയാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അത് നല്ലൊരു കാര്യം തന്നെയല്ല. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ കാണാം, കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുന്നുണ്ട്. അത് ഡിലേ ആക്കേണ്ട കാര്യമില്ല കേട്ടോ. ചിലത് കുട്ടികളെയും ഭർത്താക്കന്മാരൊക്കെ പറഞ്ഞയച്ച് ഇപ്പോഴല്ല കേട്ടോ, ഇപ്പോൾ വെക്കേഷനാണ്, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചിലർ സ്കിപ്പ് ചെയ്യും സമയമില്ലാതെ, ചിലർ കുറേ സമയം കഴിയും, ടയേർഡാവും കുട്ടികളെ കൊണ്ടുവിട്ടിട്ട് അങ്ങനെയൊക്കെ. പക്ഷേ നമുക്ക് അതിൻ്റെ ഇടയിൽ അവരുടെ കൂടെ തന്നെ ഇരുന്നിട്ട് നമുക്കും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള ആ ഒരു ടൈം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് തലേ ദിവസമെങ്കിലും ചെയ്തു വെച്ചാൽ എനിക്ക് നടക്കലുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതാ റഫീഖൊക്കെ പോകാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചോറും കൂടെ ഒന്ന് ആക്കിയിട്ട് കൊടുക്കട്ടെ. ഈ ഒരു ടിഫിൻ ബോക്സ് ഇല്ലേ, ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കറിയൊന്നും ലീക്കും കാര്യങ്ങളൊന്നും ആവുന്നില്ല കേട്ടോ. ഈ ഒരു 2 ബോക്സാണ് വരുന്നത്. ഒന്ന് ചോറും നമുക്കിങ്ങനെ തോരനൊക്കെ ഇട്ടാൽ, ഒന്ന് കറി ആയിട്ടും അങ്ങനെ വെക്കാം കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ടായി. ഞാനതിൻ്റെയൊക്കെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇതാ നമ്മൾ പയറുപ്പേരി വെച്ച് കൊടുത്തു, പയറ് ക്യാരറ്റ് കേട്ടോ ഉപ്പേരി വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ തേങ്ങ ഇട്ടിട്ട് മാങ്ങ ചമ്മന്തി ഇല്ലേ, അത് വെച്ച് കൊടുത്തു. പിന്നെ കണ്ണിമാങ്ങ അച്ചാർ വെച്ച് കൊടുത്തു. നമ്മൾ കൂന്തൽ ഫ്രൈയും. ഇപ്പോൾ റഫീഖക്ക് സാമ്പാർ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. കറികളായിട്ട് അങ്ങനെ വേണമെന്നൊന്നുമില്ല. റഫീഖക്ക് എന്തെങ്കിലും ഫ്രൈയോ റോസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ അങ്ങനെ കൂട്ടിക്കയ്ക്കാനാണ് കേട്ടോ ഇഷ്ടം. വീട്ടിലുള്ളപ്പോൾ അങ്ങനെ കറിയും കാര്യങ്ങളൊക്കെ വേണം, പക്ഷെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ റഫീഖാൻ്റെ ടിഫിൻ ബോക്സും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് കൊടുത്തു. അപ്പോൾ രാവിലെ നമ്മൾ എണീറ്റ് ഉടനെ നമുക്ക് കിച്ചണിലേക്ക് വരണം, നമ്മളെ കാര്യങ്ങൾ ചെയ്ത് കിച്ചണിലേക്ക് വരണം. അങ്ങനത്തെ കുറച്ച് തിരക്ക് കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും നമ്മൾ പിന്നീട്, അതായത് ഈ തിരക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം കിടക്കും, കുറച്ച് സമയം റിലാക്സ് ചെയ്യും, ഇവിടെ ഇരുന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും. അങ്ങനെ 9-10 മണി അങ്ങനെ സമയമാവും. അപ്പോൾ കുറച്ചിങ്ങനെ ആയാലും രാവിലെ എല്ലാം തീരുന്നത് തന്നെയാണ് കേട്ടോ എനിക്കിഷ്ടം. പിന്നെ നമ്മളിപ്പോൾ ഉച്ചക്കത്തേക്കല്ലേ ലഞ്ച് ചോറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു നന്നായിട്ട് തണുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കാസറോളിൽ ആക്കി വെക്കട്ടെ. എനിക്കും വാക്കുള്ള ചോറ്, പിന്നെ അതുപോലെ തന്നെ കറികളാണെങ്കിലും ഇതുപോലെ ഞാനൊരു ഗ്ലാസിൻ്റെ പാത്രത്തിലാക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് ഉച്ചക്കാണെങ്കിലും ഇത് തീർന്നു പോകുന്ന സമയത്ത് ഉച്ചക്കോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ആണെങ്കിലും കഴുകാൻ, വലിയ പാത്രങ്ങൾ കഴുകാൻ നമുക്കൊരു മടി വരില്ലേ, അപ്പോൾ അതുണ്ടാവില്ല കേട്ടോ. ഈ ചെറിയ പാത്രങ്ങളൊക്കെ കഴുകിയാൽ തന്നെ നമ്മളെ പണി തീരും, വലിയ പണി ഉണ്ടാവില്ല. രാവിലെ ചെയ്യുന്ന ഈ വലിയ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ കാര്യമായിട്ട്. ഇനിയിപ്പോൾ ഇത് ബാക്കി ഉണ്ടെങ്കിൽ, ഇന്നിപ്പോൾ എന്തായാലും ബാക്കി ഉണ്ടാവില്ല, ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആ ഒരു പാത്രത്തോടെ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്കും വെച്ച് കൊടുക്കാം. എൻ്റെ എല്ലാ പണി കഴിഞ്ഞിട്ടും 7:30 കേട്ടോ ആയത്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഇതാ റഫീഖ ഡ്യൂട്ടിക്ക് പോവുകയാണ്.
ഇനിയിപ്പോൾ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടോ കേട്ടോ. അകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് അടിച്ച് വാരാനുണ്ട്. ഇന്ന് അങ്ങനെ തുടക്കാനില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. പിന്നെ ഒന്ന് രണ്ടെണ്ണം ഒന്ന് കല്ലിൽ അലക്കാനുണ്ട്. അതൊക്കെയാണ്. ഇപ്പോൾ സമയം 8 മണിയാണ് കേട്ടോ. അപ്പം എൻ്റെ വലിയ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇങ്ങനെ ഒരു അരമണിക്കൂർ നേരത്തെ എൻ്റെ ക്ലീനിങ്ങും പരിപാടി ഇന്ന് എനിക്കുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇന്ന സമയം കൊണ്ട് ഇന്നത് തീർക്കുക, ഇന്ന സമയം കൊണ്ട് ഇന്നത് തീർക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ പണികൾ ചെയ്യുകയാണെങ്കിലില്ലേ, നമ്മൾ എവിടെയും ഇരിക്കാതെ ഫോണിലും കുറച്ച് സമയം കളയാതെ, ഇപ്പം അങ്ങനെയാണല്ലോ, ഫോണിലല്ലേ അധിക സമയം കളയുക. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് നല്ല എനർജറ്റിക് ആയിട്ട് നമ്മളെ പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇല്ല, നമ്മളൊരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ പണിയെടുത്ത് അവിടെ എടുത്ത് കുറച്ചെടുത്ത് ഇവിടെ കുറച്ചെടുത്ത് അപ്പുറത്ത് കുറച്ചെടുത്ത് അങ്ങനെയാകുമ്പോൾ നമ്മൾ ഉച്ചയായാലും വെറുതെ ഈ സമയം നമ്മൾ ഉച്ചയാക്കും കുളിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇനിയല്ല, ചിലപ്പം 2-3 മണി വരെ കുളിക്കാനൊക്കെ ആവുന്ന ആളുകളും ഉണ്ട്. ഇനിയിപ്പോൾ ചിലർ പറയും ജംഷിക്ക് പറ്റും, ഞങ്ങൾക്ക് ഇതൊന്നും പറ്റൂല, കാരണം അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയും. അപ്പം ഞാനിത് എൻ്റെ സാഹചര്യത്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളും മാറ്റങ്ങളൊക്കെ വരുത്തുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്തു വെക്കേണ്ടതായിട്ടുള്ളത്, നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ചെയ്ത് വെച്ചാലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവുക, അടുത്ത ഡേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആവുക, അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക കേട്ടോ വേണമെങ്കിൽ. അപ്പോൾ എൻ്റെ കാര്യത്തിനനുസരിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കലാണ് പതിവ്. ഇനിയിപ്പോൾ അങ്ങ് ഫ്രീ ആയിട്ടിരിക്കലൊന്നല്ല കേട്ടോ. ഇനി എനിക്ക് ഇന്നത്തെ വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, കുറച്ച് വീഡിയോൻ്റെ ഭാഗം ഷൂട്ട് ചെയ്യാനുണ്ട്. അങ്ങനെ കുറേ അധികം പണി നമുക്ക് വൈകുന്നേരം വരെ ചെയ്യാനുള്ള പണികളുണ്ടാവും കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം ഒരു മണിക്കൂർ കിടന്ന് ഉറങ്ങുകയും ചെയ്യും കേട്ടോ. ഉറങ്ങുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുകയും ചെയ്യും. കാര്യം നമുക്ക് അടുത്ത ദിവസം, കാരണം രാവിലെ നേരത്തെ എണീക്കുന്നതുകൊണ്ട് അടുത്ത ദിവസം നമുക്ക് നേരത്തെ എണീറ്റ് എനർജറ്റിക് ആയിട്ട് എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കലും നിർബന്ധമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡേ കടന്നു പോകുന്നത്. ഇനിയിപ്പം നമ്മുടെ തോട്ടത്തിൽ തെങ്ങിൻ്റെ ചോട്ടിൽ കുറച്ച് തക്കാളി ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റഫീക്ക കുറച്ച് ദിവസമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ വന്ന് നോക്കിയിട്ടേ ഒരു ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കണം പറിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാമെന്നല്ലാതെ വരാൻ വേണ്ടി പറ്റിയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഇന്ന് ഞാൻ പാത്രമൊക്കെ എടുത്തിട്ട് വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉണ്ട് അത്യാവശ്യത്തിന് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് സാലഡൊക്കെ കഴിക്കുന്ന സമയത്ത് അതിലൂടെ ഇടാമല്ലോ, കറികൾക്കൂടെ കേട്ടോ. നാടൻ തക്കാളിയാണ്. പുളി ഉണ്ടോ നോക്കട്ടെ. എന്നിട്ട് പുളിയാണെങ്കിൽ എനിക്ക് അങ്ങനെ സാലഡിൽ ഇടുന്നത് ഇഷ്ടമല്ല. പുളി ഇല്ലെങ്കിൽ നമുക്ക് സാലഡിൽ ഇട്ട് കഴിക്കാൻ നല്ലതാട്ടോ. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയും അല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഇപ്പം നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കുറച്ചൊന്ന് കൺട്രോൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ശരീരം ഒന്ന് ഓക്കെ ആയത് വീണ്ടും വെയിറ്റ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേ കഴിക്കില്ല, ചെറുതായിട്ടൊരു ലിമിറ്റ്, ഭയങ്കര ഡയറ്റും കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ കഴിക്കുന്ന ഫുഡിന്ന് ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് കഴിക്കാം. കുറേ വാരി വലിച്ച് കഴിക്കാതെ ഒരു ലിമിറ്റ് ഇട്ട് കഴിക്കുക. രാവിലെ ഓട്സ് കഴിക്കാറുണ്ട്. പിന്നെ ഓട്സിൽ നട്ട്സും അങ്ങനത്തെ ഞാൻ പിന്നീട് കാണിക്കാം ഒരു വീഡിയോയിൽ കഴിക്കും. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും എനിക്കിഷ്ടമുള്ള രീതിയിൽ നമ്മൾ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് സാലഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കും. അങ്ങനെ അപ്പോൾ ഇനി ഈ തക്കാളിയൊക്കെ ഞാൻ ഇതിൻ്റെ ഞെട്ടൊക്കെ എടുത്തിട്ട് കഴുകട്ടെ കേട്ടോ. കാര്യം ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ മണ്ണ് തെറിച്ചിട്ടുണ്ട് കേട്ടോ. റഫീഖ് അതുകൊണ്ട് എന്നോട് മഴ പെയ്യുമ്പോഴത്തേന് മുമ്പ് പറിച്ചെടുക്കണേ, മണ്ണാവും പിന്നെ പറിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ടൈം കിട്ടൂലല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നാണ് എനിക്ക് സമയമായത്. ഇനിയിപ്പോൾ ഇതൊക്കെ ഇതിന്ന് എടുത്തിട്ട് നന്നായിട്ട് നല്ലോണം വെള്ളത്തിലിട്ടൊന്ന് വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ മണൽ കടിക്കൂലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് എന്തായാലും കയറിയില്ലല്ലോ. നല്ലതുണ്ട് കേട്ടോ, നല്ല മധുരമുണ്ട് കേട്ടോ, പുളിയില്ല എന്തായാലും. അപ്പം ഞാൻ വിചാരിച്ച് കറികൾക്ക് ഇടണ്ട, സാലഡിലേക്ക് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതൊന്ന് കഴുകിയിട്ടും കൂടെ എടുക്കണേ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തു. പിന്നെ കുറച്ച് ചിക്കും ഉണ്ടായിട്ടുണ്ട് അതിനെ, ഇത് പഴുത്തതാണ് കേട്ടോ ഇത്രയും. അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്കൂപ്പ് ചെയ്തിട്ടും, അതുപോലെ സ്കൂപ്പ് ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടോട്ടാ. ഈ ചിക്കു ഇങ്ങനെ എടുത്തു വെക്കുന്നത് ഇങ്ങനെ തൊലി ചെത്തിക്കളഞ്ഞാൽ മതി എന്നൊക്കെ കേട്ടോ. അപ്പോൾ അത് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടോ. അപ്പോൾ ഞാനിനി ഇത് നല്ലോണം തൊലി ചെത്താൻ പറ്റാത്തതുണ്ട്, അതാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് എടുക്കുന്നത്. അല്ലാത്തത് തൊലി ചെത്തി കറക്റ്റ് പാകമായതുണ്ടാവുമല്ലോ, അത് തൊലി ചെത്തിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തത്. ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. താങ്ക് യു സോ മച്ച് പറഞ്ഞവർക്ക്. കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ തൊലി കളഞ്ഞാൽ മതി ജംഷി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തൊലിയോടെ ഇട്ടിട്ട് ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അതിവിടെ പറ്റാത്തത്, നമുക്ക് കുരങ്ങ് ശല്യം, പിന്നെ വവ്വാലുണ്ട്. അപ്പോൾ എത്ര കഴുകിയാലും നമുക്ക് അതൊക്കെ പേടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെയും ചെയ്യാം, ഈ ശല്യങ്ങളൊന്നും ഇല്ലാത്തടത്ത് കേട്ടോ.
വവ്വാലിൻ്റെ ശല്യമൊക്കെ ഉണ്ടായാലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് തൊലി ചെത്തിക്കളഞ്ഞിട്ടും സ്കൂപ്പ് ചെയ്തിട്ടും ഒക്കെയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതൊരു ബോക്സ് ഫുള്ളുണ്ട്. അത് ഞാൻ ഫ്രീസറിലേക്ക് വെക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എടുത്തിട്ട് ഷെയ്ക്ക് അടിക്കാം. നല്ലതാണ്, നല്ല തണുത്ത് സെറ്റായിട്ട് കിട്ടും. പക്ഷെ നമുക്കിവിടെ തണുപ്പ് അത്ര വേണ്ടാത്തതുകൊണ്ട് ഞാൻ അന്നത്തെ ദിവസം രാവിലെ എടുത്ത് പുറത്തെടുത്ത് വെക്കും. എന്നിട്ട് ആവശ്യമുള്ളത് അതിൽ നിന്ന് എടുത്തിട്ട് ഫ്രീസറിലേക്ക് തന്നെ മാറ്റുകയാണ് കേട്ടോ ചെയ്യുക, ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സെറ്റാണ്. തക്കാളിയും കൂടെ ഒന്ന് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ തക്കാളിയില്ലേ, ഇത് നമ്മൾ വാങ്ങിച്ച സാധാ തക്കാളിയും ഉണ്ട്, പിന്നെ ഈ ചെറുതില്ലേ അത് ഞാൻ സാലഡ് തക്കാളി ഉപ്പാൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് കേട്ടോ. അത് അത്യാവശ്യം പുളിയുണ്ട്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് കറികളിലേക്ക് ഇടാം, അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ട് പോകില്ലേ. ഇത് സാലഡിലേക്കും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് സാലഡിലിടുമ്പോൾ കുറച്ച് പുളിപ്പ് വരുന്നുണ്ട് കേട്ടോ. പുളിപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ്, ചെറുനാരങ്ങ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. നമുക്കിവിടെ അത്ര പുളിപ്പ് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കട്ടെ. നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ചിക്കുമൊക്കെ ഒന്ന് ഫ്രീസറിലേക്കും വെക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മോർണിംഗ് റൊട്ടീനും കാര്യങ്ങളൊക്കെ. ഇനി ലഞ്ച് ടൈം ആകുമ്പോൾ ലഞ്ച് കഴിക്കുക, അതിനിടയിൽ നമസ്കാരം കാര്യങ്ങൾ, എൻ്റെ എഡിറ്റിങ്, അതൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.